ആൻമരിയ സണ്ണി കൂടി നമുക്കൊപ്പം ചേരുന്നു. ആൻമരിയ, കൂടുതൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? അതീവ രഹസ്യ വിവരത്തോടുകൂടി അല്ലെങ്കിൽ വലിയ നാടകീയ സംഭവങ്ങളോടുകൂടിയായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോട് മുതൽ മുഴുവൻ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. നാടകീയമായ രീതിയിൽ തന്നെ തൊടുപുഴയിൽ നിന്നും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു, അവിടെ നിന്ന് കൊച്ചി പോലീസിന് കൈമാറി അതിനുശേഷം ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, നിലവിൽ എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകൾ രഞ്ജിത്ത് താൻ അത് ചെയ്തിട്ടില്ല എന്നുള്ള മൊഴി ആവർത്തിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള തെളിവുകൾ അത് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് അതീവ രഹസ്യമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് രഞ്ജിത്തിന് മുൻപിലേക്ക് കൂടുതൽ രേഖകൾ ചോദ്യം ചെയ്യുകയും കൂടുതൽ നേരം ആ ചോദ്യം ചെയ്യൽ കടന്നു പോവുകയും ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും പോലീസിന് കസ്റ്റഡിയിൽ രഞ്ജിത്തിനെ കിട്ടണം. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും പോലീസ്. എന്തായാലും റിമാൻഡിലായതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകി രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ നീക്കം. എന്തായാലും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണ് എങ്കിൽ രഞ്ജിത്തിനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോലീസും കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകും, രഞ്ജിത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തും. ഇതിനകത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇത് സിനിമാ മേഖലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അത് ഈ നടിമാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ അത് ചില നടിമാർ തന്നെ മുൻനിരയിൽ എത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഈ തുറന്നു പറയുന്ന സാഹചര്യത്തിലും കൃത്യമായിട്ടുള്ള നടപടികൾ അത് പല മേഖലകളിലും അല്ലെ പല വ്യക്തികൾക്കെതിരെയും ഉയർന്നു വരുമ്പോഴും ആ രീതിയിലുള്ള നടപടികളൊന്നും സിനിമാ മേഖലയിലെ പല സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതിന് മറ്റൊരു തെളിവ് കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. കാരണം ആ യുവനടി തനിക്ക് നേരിട്ട അനുഭവം ആദ്യം അതിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയിൽ അറിയിക്കുന്നു. ആ കമ്മിറ്റിക്ക് വിവരം ലഭിച്ചതിന് ശേഷം അതിന്റെ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റമോ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് 2 മാസങ്ങൾ വീണ്ടും കടന്നു പോകുന്നത്. പിന്നെ ആ കുട്ടി DGPക്ക് പരാതി നൽകുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണവും വരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനും ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്റേണൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾക്കും ഹേമ കമ്മിറ്റിക്കും ഉൾപ്പെടെ രൂപം നൽകുന്നത്. പക്ഷേ എത്ര തവണ കമ്മിറ്റികൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമാ മേഖലയിൽ നടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള മാറ്റമില്ല എന്ന് കാണിക്കുന്നതാണ് രഞ്ജിത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3ാമത്തെ പരാതി എന്ന് പറയുന്നത്. ആദ്യ 2 പരാതികൾ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.